സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനത്തിൽ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലവുമായി ചാൻസലറായ ഗവർണർ. സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണം എന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. നാളെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഗവർണറുടെ നീക്കം. സർവകലാശാല കാവ്യവൽക്കരണത്തെ ചെറുക്കുമെന്ന് SFI പ്രതികരിച്ചു. സാങ്കേതിക സർവകലാശാല VC-ആയി ഡോക്ടർ സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല VC-ആയി ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണം. സെർച്ച് കമ്മിറ്റി ചെയർമാൻ ജസ്റ്റിസ് സുധാൻഷു ധൂലിയ നൽകിയ 2 പട്ടികയിലും ഇടം നേടിയവരാണിവർ. ഇവരുടെ നിയമനത്തിനായി അനുവാദം നൽകണമെന്നാണ് ഗവർണർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നത്. VC ആയിരുന്ന കാലത്ത് സർവകലാശാലയ്ക്ക് നാണക്കേടുണ്ടാക്കിയെന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി പട്ടികയിൽ നിന്ന് ഡോക്ടർ സിസ തോമസിനെ ഒഴിവാക്കിയത്. മുഖ്യമന്ത്രി നൽകിയ പേരുകൾ സജി ഗോപിനാഥിന്റെയും MS രാജശ്രീയുടേതുമാണെന്നും ഇരുവർക്കുമെതിരെ ചില ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ചാൻസലറായ ഗവർണർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടി. ഗവർണർക്കെതിരെ SFI രംഗത്തു വന്നു. നേരത്തെ സർക്കാർ നൽകിയ പട്ടികയിൽ ഗവർണർ തീരുമാനമെടുക്കുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പരാമർശിച്ചിരുന്നു. ഗവർണർ നിയമനം വൈകിപ്പിക്കുന്നതിൽ സുപ്രീം കോടതി അതൃപ്തി രേഖപ്പെടുത്തി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.